ഞാനിപ്പോൾ ഒരു വർക്കിംഗ് മെമ്പർ ആയതുകൊണ്ട് എൻ്റെ മകൾക്ക് അവൾക്കൊരു റോൾ മോഡലായി കാണിക്കാൻ പറ്റി. ഓക്കെ, അമ്മ ഏൺ ചെയ്യുന്നത് മാത്രമല്ല സെൽഫ് കോൺഫിഡൻസും കോൺഫിഡൻ്റ് ഒക്കെ കൂടുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് എൻ്റെ മകൾക്ക് കാണിക്കാം. കാരണം ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റും, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് അത് തന്നെ ഫസ്റ്റ് ഒരു പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കേണ്ടതും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മോക്ക് ഫാമിലി എന്താണ്, ഫാമിലിയിൽ ഇപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ ആ ഫാമിലിയായിട്ട് ഇരിക്കുമ്പോൾ ഉള്ള ഹാപ്പിനെസ് എന്താണ്, അതിൽ നിന്ന് അവൾക്ക് എങ്ങനെ പുറത്തു പോകുമ്പോൾ അവൾക്ക് അത് എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും എന്നൊക്കെ എനിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഫാമിലി ഉള്ളത് കൊണ്ട് കുട്ടിക്ക് വർക്ക് ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. ഇല്ല, കുട്ടിക്ക് വർക്ക് ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷേ ഒരു അമ്മയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും മകളുടെ ആവശ്യഘട്ടങ്ങൾ, അതായത് അത്യാവശ്യം വരുമ്പോൾ, ഞാനൊരു വർക്കിംഗ് ആയിരുന്നു ആക്ച്വലി. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ രാവിലെ 6 o'clock ഞാൻ ഓഫീസിൽ പോകും. ഈവനിങ് വരുമ്പോൾ മിക്കവാറും 8 o'clock ആയിരിക്കും. എൻ്റെ മോള് നടക്കുന്നത് എങ്ങനെയാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ സ്പന്ദനം പോലും എനിക്കറിയാൻ പറ്റില്ല. മോളൊന്ന് കുളിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാനൊരു 2 months കഴിഞ്ഞപ്പോഴേക്കും വർക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു വിഷമം എനിക്ക് ആക്ച്വലി ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവളെ ഒന്ന് താലോലിക്കാൻ അല്ലെങ്കിൽ അവളെ ഒന്ന് കുളിപ്പിക്കാൻ, നമ്മൾ ആ കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾ അവൾ പിന്നെ വന്ന് എന്നെ ഒന്ന് പറയുന്നത്, എന്നോട് ഓരോ കാര്യങ്ങൾ പറയുന്നത്, അവളുടെ ടീച്ചേഴ്സ് എന്താണ് പറയുന്നത്. വുമൻ എന്നത് ഇങ്ങനെ മക്കളെ കാര്യങ്ങൾ ചെയ്യാണ്ട് അതൊക്കെ വിട്ടിട്ടല്ല അവർ പുറത്തു പോകുന്നത്. വീട്ടിലത്തെ കാര്യം ചെയ്തിട്ടാണ് അവർ ഓപ്പൺ അപ്പ് പോകുന്നത്. വീട്ടിലത് ചെയ്യുന്ന കാര്യം നമ്മളിപ്പോൾ ഒരു 24 hours അല്ലെങ്കിൽ ഒരു 12 hours നമ്മളൊരു കുഞ്ഞിനോട് ചെലവഴിക്കുന്നതും 2 hours ഒരു കുഞ്ഞിനോട് ചെലവഴിക്കുന്നതിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കുട്ടികൾ എപ്പോഴും ചെറിയ കുട്ടിയായിട്ടല്ലല്ലോ നിൽക്കുക. ഒരു കുട്ടീനോട് ത്രൂ ഔട്ട് ഒരു 24 hours സ്പെൻഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നമുക്ക് ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഏകദേശം 24 hours എൻ്റെ മോളോട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ഹയർ ക്ലാസ് എത്തിയിട്ട് കുട്ടി സ്കൂളിലായിരിക്കും 3:30 വരെ. അപ്പം അതുവരെ എന്ത് ചെയ്യും? ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് ചെയ്യാൻ ഒരുപാട്, അവൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു. എൻ്റെ ഡ്രീം ആർക്കും വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്തതല്ല, ഞാൻ ഇമ്പോർട്ടൻസ് കൂടുതൽ അവളിൽ കൊടുത്തു എന്നുള്ളതാണ്. നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ച് വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നമ്മളെയാണ്. അപ്പോൾ ഏത് ഘട്ടത്തിലായാലും അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതൽ നമുക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്കാണല്ലോ ഒരു കുഞ്ഞിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളാണ് ആ കുഞ്ഞിന് ബർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്.